ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട് പിന്നെ വീഡിയോസൊക്കെ എടുക്കാറേ ഇല്ല, പോസ്റ്റ് ചെയ്യാറുമില്ല. അപ്പോൾ ഇപ്പോൾ വീഡിയോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതാ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. വന്നിട്ട് 2 ദിവസമായിട്ടാ. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. വെക്കേഷനിലൊക്കെ ആയിട്ടാകുമ്പോൾ അവിടുന്ന് പിന്നെ വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊക്കെ മടിയായിരുന്നു. പിന്നെ നെറ്റും കാര്യങ്ങളൊക്കെ സ്ലോ ആയതുകൊണ്ട് അതിന് പറ്റുന്നുണ്ടായിട്ടാണ്. അപ്പം വിചാരിച്ച് പിന്നെ നാട്ടിൽ തന്നെ വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇതാ പിന്നെ മുറ്റമൊക്കെ ഭയങ്കര നാശമായിട്ടാണുള്ളത്. കുറേ പിന്നെ ചെടിയും മറ്റേ പുല്ലും ഇതൊക്കെ മുളച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാൻ ആളെ വിളിക്കണം. ഇത് 2 മാസം കൊണ്ട് സംഭവിച്ചതാണ്. ഇതൊക്കെ മൊത്തത്തിൽ കച്ചറയായിട്ടുണ്ട്. ഒക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇത് ഇവിടെ ഞാൻ ഗാർഡൻ ചെയ്തതാണ്. പുല്ലൊക്കെ നല്ലോണം പിന്നെ ഗാർഡൻ്റെ പുല്ലൊക്കെ നല്ലോണം മുളച്ച് വന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കുറച്ച് പിന്നെ കുറവുണ്ട്. എന്നാൽ ഈ സൈഡൊക്കെ നല്ലോണം മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ നോർമലി നമ്മൾ എന്തിനാണ് ഗാർഡൻ ചെയ്തത്, ഈ പുല്ല് മുളക്കുന്നതായിട്ടാണ് ഗാർഡൻ ചെയ്തത്. കാട് അതും ഉണ്ട്, ഗാർഡൻ്റെ പുല്ലും ഉണ്ട്, രണ്ടും കൂടിയിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ അവർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ അതിൽ പുല്ലെല്ലാം പൊരിക്കുമ്പോൾ ശരിയാവും, ഇനി മുളക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാം. ഗാർഡൻ ചെയ്യുമ്പോൾ പിന്നെ ഷീറ്റ് ഇടാണ്ട് പുല്ലിങ്ങനെ നട്ടാൽ ഇതന്നെയാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബെഡിൽ പെട്ടിട്ടാന്നുള്ളത്. നോക്കാം, ക്ലീൻ ചെയ്തിട്ട് നോക്കാം ശരിയാണോ ഇല്ലയോ എന്നൊക്കെ. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് പിന്നെ മുഹമ്മദിൻ്റെ മദ്രസയിലൊന്ന് പോകണം. പിന്നെ ഇന്ന് വൈകുന്നേരം മുതൽ മദ്രസ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം മദ്രസ തുടങ്ങിയിട്ട് തന്നെ 1 മാസത്തിൻ്റെ അടുത്തായി. അപ്പം മദ്രസയെന്നല്ലാതെ 1 മാസമൊക്കെ ആയി. ഇന്നലെ പിന്നെ അങ്ങോട്ട് ആ ഭാഗത്തൊന്നും പോയിട്ടേ ഇല്ല. അപ്പം ഇന്ന് കേസ് രാവിലെ എണീച്ചിട്ട് പോവാം, എല്ലാം സെറ്റാക്കണം. പിന്നെ ഇങ്ങനെ മദ്രസ ലീവായിക്കൊണ്ടെന്നാൽ ശരിയായില്ല. ബാക്കി നമ്മൾ അവിടെ ആയിരുന്നപ്പം പിന്നെ ലീവായി, അതെങ്ങനെയും ലീവായി, ബാക്കിന് ശരിയായില്ല. ഇന്നലെ കിച്ചൻ്റെ ഭാഗമൊക്കെ കുറച്ച് ക്ലീൻ ചെയ്ത്, കിച്ചൻ്റെ ഭാഗം അത്ര പുല്ലൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ അവസ്ഥയാണിത്. പിന്നെ നമ്മുടെ ഗാർഡൻ പുല്ലൊന്നും മുളച്ചിട്ടില്ല, കുറച്ചേ വന്നിട്ടുള്ളൂ. എല്ലാ ഭാഗത്തായിട്ടില്ല, മൊത്തം നട്ടുന്നു. ഇവിടെ എല്ലാ ഭാഗത്തൊന്നും ആയിട്ടില്ല. ഇതാ കുറച്ച് ഭാഗത്തായിട്ടാവില്ല. അവരെന്തോ പറ്റിച്ചു. ഇവിടെ കുറച്ച് പാങ്ങിലായിട്ടുണ്ട് ഗാർഡൻ. ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് ഇവിടെ നല്ല ക്ലീനാക്കി. ഇന്ന് സൺഡേ അല്ലേ, ഇനിയിപ്പോൾ നാളെയും കൂടി വന്നിട്ട് ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാം, മുറ്റമൊക്കെ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ചായയൊക്കെ കുടിച്ചിട്ട് മദ്രസയിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് മദ്രസയിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. മുഹമ്മദ് എണീച്ചിട്ടുണ്ട്. ചായയെല്ലാം കുടിച്ച് ഇതില്ലേ റോസ്മേരിൻ്റെ വാട്ടറാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് അല്ലേ, യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര വൈറലാണ്. ഇത് റോസ്മേരി. അപ്പോൾ പിന്നെ ഇതിൻ്റെ വെള്ളം ഉണ്ടാക്കി വെച്ചത് ഒന്ന് സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് തലക്കൊന്ന് സ്പ്രേ ചെയ്തിട്ട് പിന്നെ എങ്ങനെ മാറ്റുണ്ടാന്ന് നോക്കാം. മുടിയൊക്കെ പൊരിഞ്ഞ് മൊട്ടയാവാറായി. ഇനിയിപ്പോൾ ഇതും കൂടി ലാസ്റ്റത്തെ ഒരു പരീക്ഷണമാണ്. റിസൾട്ട് എങ്ങനെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ വരുമ്പോൾ ഫ്രഷ് റോസ്മേരി തന്നെ കൊണ്ടുവന്നത്, അതുകൊണ്ട് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്കും മൂക്കൊക്കെ ഇതിന് മതി. അപ്പം പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തലയും മുടികൾ വളരും. മസാജ് ആക്കാം.
മുടിയില്ലേ? മുടി ഇല്ലാത്തതല്ല, മുടി പൊരിയലെല്ലാം ഇല്ലാതാവുന്നാണ് പറയുന്നത്. നോക്കാല, നല്ല മണമുണ്ട്, ഹെയറിന് നല്ല മണമുണ്ടാവും. കെമിക്കലൊന്നും അല്ലല്ലോ, ജസ്റ്റ് വെള്ളത്തിൽ തിളപ്പിച്ചതിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നതല്ലേ. റൈസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ റൈസ് വാട്ടർ നമുക്കിങ്ങനെ എടുത്തേക്കാനും അത് പിന്നെ ഫെർമെൻ്റ് ആണ്. ഫെർമെൻ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല മാറ്റം വരുന്നത്. അപ്പം എന്താന്ന് പിന്നെ തലക്കൊരു സ്മെല്ല് വരുന്നത്. കൊടിക്കല്ല, സ്കാൽപ്പിൽ. ഇതടിച്ചാൽ മതി തലക്ക് കേട്ടാ. അപ്പം ചായ കുടിക്കട്ടെ, ചായ കുടിച്ചിട്ടായിട്ട് ബാക്കി എടുക്കാം വീഡിയോ. എനിക്കിഷ്ടമാണ് ഈ ബിസ്ക്കറ്റ് ലീവ്സ്. ഇതാണ് പിന്നെ റോസ്മേരി വാട്ടർ. ഒന്ന് ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ, പിന്നെ മുടിക്ക് മാറ്റം വരുന്നുണ്ടോ, പിന്നെ കൊഴിഞ്ഞ മുടിയെല്ലാം വരുന്നുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇതുപോലെ ഒരു വ്ളോഗിൽ പറയാം ഇൻഷാ അല്ലാ. പിന്നെ അപ്പോൾ ഞാനിതൊന്ന് അടിച്ചു നോക്കട്ടെ കേട്ടോ. ഏകദേശം ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതിൽ വരും. ഞാൻ പിന്നെ ഇപ്പം അവിടുന്ന് വരുമ്പം ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയും കൊണ്ടുവന്നിന്, ഡ്രൈയും കൊണ്ടുവന്നിന്. ഇത് ഫ്രഷാണ്, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതെല്ലാം ഇട്ടിട്ട് പിന്നെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഡ്രൈ ഇല്ലതിട്ടിട്ട് കുറച്ച് ഒരു 1 ടൈം യൂസിനെല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി. എനിക്ക് തോന്നുന്നത് ഒരു മാസമൊക്കെ ഒന്നും ആയില്ല ഫ്രിഡ്ജിലൊക്കെ വെക്കാമെന്നൊക്കെയാണ് തോന്നുന്നത്. ഏതായാലും എടുത്ത് പിന്നെ ഒരു 6 ദിർഹംസ് ഉണ്ടായിന് ഒരു പാക്കിന്, 650 അങ്ങനെ എന്തോ വന്നു. അപ്പം എന്താ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനും മോളും മക്കൾക്ക് എല്ലാവർക്കും അടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ലല്ലോ, നാച്ചുറലായിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് ഞാൻ പറയാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പം അതൊക്കെ അടിച്ചിട്ടായി. ഇനിയിപ്പോൾ ഞാൻ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാണ്. പിന്നെ അവനൊന്ന് ചേർത്തിട്ട് വരാം. മദ്രസ ഇറക്കിയിട്ടാ. മദ്രസയിൽ നിന്ന് പിന്നെ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. മറ്റേ ലാസ്റ്റ് ഇറങ്ങുമ്പം ഒരു പാട്ട്, ഇറങ്ങുമ്പോൾ എന്ത് പാടല്ലേ, സലാത്തു അല നബിയ. ഇറങ്ങുമ്പോൾ ചെല്ലുന്നില്ല, മദർസയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലല്ലേ. ഓനും പിന്നെ റബ്ബി ഇസ്മി ചെല്ലല്ലേ. ഇപ്പോൾ ബിസ്മിക്ക റബ്ബി അത് ഉറങ്ങുമ്പോൾ ചെല്ലല്ലേ. പിന്നെ അപ്പം പിന്നെ മദ്രസയിലൊക്കെ ചേർത്തിട്ട് നേരെ പിന്നെ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് അവിടെയൊക്കെ ഇരുന്ന് ഒരു 11 മണിയായപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ പിന്നെ നല്ല കോയൊക്കെ പിടിച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പം അത്യാവശ്യം ലഞ്ചിലേക്ക് കോയൊക്കെ കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതാ കോയൊക്കെ പറിക്കാൻ ഞാൻ, നല്ല അടിപൊളി കോയൊക്കെ. മഴക്കാലമായാലും മുറ്റങ്ങൾ കാണാൻ കഴിയൂല, നല്ല പഴുത്തിട്ടെല്ലാം ഉണ്ട്. കുറച്ചും പിടിച്ചിട്ടുണ്ട്. പിന്നത്തെ ലഞ്ചിനുള്ള വെജിറ്റബിൾ കറിയായി. കുറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്തോന്ന്. നല്ല രസമുണ്ട് കേട്ടോ പഠിച്ചിട്ട് കാണാൻ. അപ്പോൾ ഇതാ നല്ല ഫ്രഷ് കോയക്ക നമ്മളെ പരൻ്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഉണ്ടായിട്ട് പറിച്ചിട്ട് കറിയെല്ലാം വെക്കുമ്പോൾ നല്ല ഒരു ഹാപ്പിനെസ് അല്ലേ.
അപ്പം ഇന്നത്തെ കറിക്കില്ല അത്ര ഉണ്ട് ഇത്. ഇനിയിപ്പോൾ ഇതാ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ. ഇത് പിന്നെ ഞങ്ങളെ കുൽസു വന്ന് ഈ കുൽസു ഇല്ലേ പിന്നെ എവിടെയോ പോയിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് ഇതിപ്പോൾ 2 ആളെ പ്രസവിച്ചിട്ട് 4 കുഞ്ഞുണ്ടായിന്. അതിൽ 2 പിന്നെ മരിച്ചുപോയി, 2 എണ്ണം ഉണ്ട്. പക്ഷേ ഇവൾ പ്രഗ്നൻ്റ് ആയതൊന്നും നമ്മളറിയില്ല. നമ്മൾ പിന്നെ ഗൾഫിൽ പോകുമ്പം ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അവിടുന്ന് ഇവിടെ ഡെലിവറി ആയി. ഇപ്പോൾ വന്നിട്ട് അപ്പോൾ നമുക്ക് ഒരാളെ കൊടുത്താൽ ഞങ്ങൾക്ക് 3 ആളെ കിട്ടി, 2 ആളെ കിട്ടി. പെറ്റോളും കുഞ്ഞിയാന്നിത്, പെറ്റോളും കുഞ്ഞിയാന്നിത്. ഒരു കറുപ്പുണ്ട്, ഒരു പിന്നെ കുൽസൂൻ്റെ കളർ തന്നെയുണ്ട്. ഇവിടുന്ന് ആയതെന്ന് അറിയില്ല, പുറത്തെവിടെയോ പോയിട്ട് പുറത്തുള്ള പൂച്ചയായിട്ട് ആയതാണ്. പാല് കുടിക്കാൻ തല്ല് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ടാറ്റാ ബൈ.